ഞാൻ ശ്രീദേവി എന്ന ഷീല വാസുദേവൻ പൂർണ്ണേന്ദു തിരുവാതിരക്കളി സംഘത്തിലെ അംഗമാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പയ്യന്നൂർ ഗ്രാമത്തിലെ തിരുവാതിരക്കളിയിലും പാട്ടുകളുടെ രചനകളിലും ഏറെ പ്രശസ്തമായ താഴേക്കാട്ട് മനയിലെ ശോഭന നാരായണൻ എന്ന ഏടത്തിയെയാണ്. പയ്യന്നൂർ ഗ്രാമത്തിലെ തിരുവാതിരയെക്കുറിച്ച് ഏടത്തി പറയുന്നത് ശ്രദ്ധിക്കാം. ഗ്രാമത്തിലെ തിരുവാതിര ആഘോഷം കേരളത്തിൽ പരശുരാമൻ കൊണ്ടുവന്ന നമ്പൂതിരിമാരുടെ ആദ്യത്തെ ഗ്രാമമാണ് പയ്യന്നൂർ ഗ്രാമം. അവിടെ ഞങ്ങൾ അടുത്തടുത്തുള്ളവരൊക്കെ കൂടി രേവതി തൊട്ട് കുളിക്കാൻ പോകുമ്പോൾ വസ്ത്രങ്ങളും കുറിക്കൂട്ടുകളും ഇതുമെല്ലാം എടുത്ത് വിളക്കൊക്കെ എടുത്തു പോയി കുളിച്ച് തൈര് കലക്കുക എന്ന് പറയും. തൈര് കലക്കി പിന്നെ മഞ്ഞളും ആവണയ്ക്കും ഗുരുവും മഞ്ഞളും കൂടി കല്ലിൽ അരച്ച് എല്ലാവരും നെറ്റിയിൽ തൊട്ട ശേഷമാണ് മുങ്ങിക്കയറുന്നത്. മുങ്ങിക്കയറി കഴിഞ്ഞ് വസ്ത്രങ്ങളൊക്കെ മാറി അമ്പലത്തിൽ പോകും. എല്ലാവരും കുറിക്കൂട്ടുകളൊക്കെ ഇട്ട് അമ്പലത്തിൽ പോയി തൊഴുത് തിരിച്ചു വന്ന് ഊഞ്ഞാലി കെട്ടിയിട്ടുണ്ടാവും. ഊഞ്ഞാലിലാടി അത് കഴിഞ്ഞ് കൈകൊട്ടി കളി കളിച്ച് അത് ഗണപതി, സരസ്വതി, കൃഷ്ണൻ, ശിവൻ അങ്ങനെ കളിക്കും. പിന്നെ അധികമൊന്നും രാവിലെ ആർക്കിപ്പം നേരം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അന്നേരം അത് കളിച്ചു കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞ് പിന്നെ തിരുവാതിര ദിവസം അഗീരത്തിന്റെ ദിവസമാണ് എട്ടങ്ങാടി ചുട്ട്. ഞങ്ങൾക്കിവിടെ എട്ടങ്ങാടി ചുടുകയാണ്. എട്ടങ്ങാടി എന്ന് പറയുമ്പോൾ കുറെ കിഴങ്ങുകള് പിന്നെ കായ, പഴം ഒക്കെ ചുട്ട് ചെറുകായ തൊലി കളയാതെ വറുക്കും. അതൊക്കെ കൂടി മകീര് കഴിഞ്ഞ് കഴിച്ച് കൂവ പായസം ഉണ്ടാക്കും. അത് കഴിഞ്ഞ് പിന്നെ രേവതി തൊട്ട് കുളി കഴിഞ്ഞാൽ കറുകയും പൂവൻകുരുന്നിലയും കൂടി എല്ലാവരും കുളി കഴിഞ്ഞ് തലയിൽ ചൂടും. അത് കഴിഞ്ഞ് പിന്നെ തിരുവാതിരക്ക് എട്ടങ്ങാടി ഉണ്ടാക്കി കൂവപ്പായസം ഉണ്ടാക്കും. തിരുവാതിര തുടങ്ങിയാൽ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാറില്ല. പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ പിന്നെ അധികം ആൾക്കാരും അടുത്തടുത്തൊന്നും ഇല്ല, സൗകര്യം പോലെയൊക്കെയാണ്. പിന്നെ ശിവന്റെ അമ്പലത്തിൽ സന്ധ്യക്ക് പോയി തിരുവാതിര തുടങ്ങുമ്പോൾ വെറ്റില കൊണ്ടുവന്ന് എല്ലാവരും കൂടി രാമനും കൃഷ്ണനും ഭാര്യമാരും എന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് പാടി കളിക്കും. അത് കഴിഞ്ഞ് എല്ലാവരും സന്ധ്യക്ക് അമ്പലത്തിൽ പോയി ശിവന്റെ പിൻവിളക്കിൽ നിന്ന് വിളക്ക് കത്തിച്ച് മേടിച്ച് കൊണ്ടുവന്ന് ആ വിളക്കത്താണ് മംഗലാതിര പാടി കളിക്കുക. അത് കെടാതെ കൊണ്ടുവന്ന് സൂക്ഷിക്കും. പിന്നെ പാടുന്നവർക്കൊക്കെ പാടാം, കളിക്കാം. മംഗലാതിരക്ക് കളിക്കുന്നതിന് മുമ്പേ മാല ഓർക്കും, മാല കെട്ടും. പിന്നെ അതിൽ തുടങ്ങുമ്പോൾ രാമനും കൃഷ്ണനും ഇന്ന് കളിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരും വെറ്റില, അകത്തോട്ട് മടങ്ങിയ വെറ്റില എല്ലാവരും കൊണ്ടുവന്ന് വിളക്കത്ത് നേദിക്കും. അത് കഴിഞ്ഞ് പിന്നെ കളി കഴിഞ്ഞ് മാല കെട്ടി ദശപുഷ്പം കൊണ്ടുവന്ന് മാല കെട്ടി പിന്നെ പാതിരപ്പൂ എന്ന ചെക്കിക്കൊടുവേലി പൂവും വാൽക്കണ്ണാടിയും കൂട്ടിപ്പിടിച്ച് തലയിൽ ചൂടും രാത്രി. അത് ഏകദേശം പാതിരാത്രിയാകുമ്പോൾ ചന്ദ്രൻ ഉച്ചയിലെത്തുമ്പോഴാണ് നോക്കുക. അങ്ങനെയാണ് ചെയ്യുക. വാൽക്കണ്ണാടിയും കൂട്ടിപ്പിടിച്ച് ചൂടും. അടക്കാമണിയൻ ഇലകളോടുകൂടി കൊണ്ടുവന്ന് അത് ഒന്ന് വിളക്കത്ത് ആരാധിക്കും, ഒന്ന് തലയിൽ ചൂടും, ഒന്ന് ചന്ദ്രന് ഒഴിഞ്ഞ് ആരാധിക്കും. എന്നിട്ട് എല്ലാവരും ചന്ദ്രനെ നമസ്കരിക്കും. അത് കഴിഞ്ഞാണ് മംഗലാതിര പാടിക്കളിക്കുക. മംഗലാതിര പാടിക്കളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം പോലെ ഏത് വേണമെങ്കിലും പാടിക്കളിക്കാം. അത് കഴിഞ്ഞ് രാവിലെ എല്ലാവരും ഒരുമിച്ച് കുളത്തിൽ പോയി എണ്ണി തുടിക്കും. 101 ഒരുമിച്ച് തുടിക്കും. ഒരുമിച്ച് തുടിച്ചിട്ടാണ് തിരുവാതിര സമാപ്തിയാക്കുന്നത്. ദശപുഷ്പമാലയും പൂവും പാതിര പൂവും അതായത് കൊടുവേലി പൂവും മംഗലസ്ത്രീകൾക്ക് മാത്രമേ ചൂടാനുണ്ടാവുള്ളൂ. കുട്ടികൾക്കൊക്കെ ദശപുഷ്പം കൊണ്ട് അടുക്ക് കെട്ടിയിട്ട് കന്യാകുട്ടികൾക്കൊക്കെ ദശപുഷ്പം കൊണ്ട് അടുക്ക് കെട്ടിയിട്ട് അതാണ് ചൂടാൻ കൊടുക്കുക.
101 വെക്കിലെയാണ്, 108 ഇല്ല. തിരുവാതിര കഴിഞ്ഞാൽ രാവിലെ എല്ലാവരും ഒരുമിച്ച് കുളത്തിൽ പോയി 101 എണ്ണി തുടിക്കും. അത് കൃത്യമായിട്ട് എണ്ണി എല്ലാവരും ഒരുമിച്ച് തന്നെ തുടിക്കും. അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോയി തൊഴുതു വന്നു. അതാണ് സമാപ്തി.